നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും. മധുരയിൽ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ അഭിസംബോധന ചെയ്യും. നിലമ്പൂരിൽ അനന്തുവിന് വിട നൽകാൻ ജന്മനാട്. വീട്ടിൽ പൊതുദർശനം. വിങ്ങിപ്പൊട്ടി ഉറ്റവരും സഹപാഠികളും. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം. മലപ്പുറത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഇറച്ചയ്ക്ക് കെണിവെച്ചത് എന്ന പ്രതിയുടെ കുറ്റസമ്മതം. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്ത പോലീസ്. അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ചിന്. ഉത്തരവാദി സർക്കാരെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. എലത്തൂർ കേസിൽ പ്രതിയുടെ മതഭീകര ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. ഷാറൂഖ് സേഫി പിന്തുടർന്നവരിൽ പാക് ഇസ്ലാമിക പ്രഭാഷകരും. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തെളിവെന്ന NIA. ഗൂഗിളിൽ ഇയാൾ തിരഞ്ഞത് മതഭീകര പ്രഭാഷണങ്ങളും അശ്ലീല സൈറ്റുകളും. സീമാശക്തി പദ്ധതിക്ക് തുടക്കം. പാക് ചൈന അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച് സേവന പ്രവർത്തനം. ഭാരതത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ സുസക്ഷമാക്കുക ലക്ഷ്യം. കുടിയേറ്റ കലാപം അമർച്ച ചെയ്യാൻ ലോസ് ഏഞ്ചൽസിൽ നാഷണൽ ഗാർഡ്സിനെ നിയോഗിച്ച് ട്രംപ്. 118 പേർ അറസ്റ്റിൽ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വ്യാപക തിരച്ചിൽ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകത്തിന് സമാപനം. അപൂർവ ചടങ്ങ്. 270 വർഷങ്ങൾക്ക് ശേഷം. വൈശാഖ മഹോത്സവത്തിനൊരുങ്ങി കൊട്ടിയൂർ. കോവിഡ് ഭീതി ഒഴിയുന്നില്ല. രാജ്യത്തും സംസ്ഥാനത്തും കേസുകൾ ഉയരുന്നു. കൂടുതൽ കേസുകൾ കേരളത്തിൽ. യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. പോർച്ചുഗലും സ്പെയിനും നേർക്കുനേർ. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ യാനിക് സിന്നർ കാർലോസ് അൽക്കാരസ് പോരാട്ടം ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ആദ്യം മണിമൂലി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. കണ്ണീരോടെയാണ് സുഹൃത്തുക്കളും അധ്യാപകരും അനന്തുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. അനന്തുവിന്റെ വീട്ടിൽ നിന്നും അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എങ്ങനെയാണ് അവിടുത്തെ കുടുംബത്തിന്റെ അവസ്ഥ, ബന്ധുക്കളുടെ അവസ്ഥ ഒക്കെ? ഇപ്പോഴും പൊതുദർശനം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിരവധി ആളുകളാണ് അനന്തുവിനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുന്നു. ഏതാനും ബന്ധുക്കളും മറ്റും കൂടെ എത്താനുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും മൃതദേഹം സംസ്കാരത്തിനായി തൊട്ടടുത്തുള്ള ഒരു പൊതുശ്മശാനമുണ്ട്. ആ പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും ഒരു നാടിലാണ്ടിരിക്കുന്ന നിലമ്പൂരിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലമ്പൂർ വെള്ളക്കട്ടയിലെ ജനങ്ങൾ ഒന്നാകെ വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്യജീവി ശല്യം വളരെ രൂക്ഷമായിട്ട് തന്നെ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതിനിടയ്ക്കാണ് ഈ വന്യജീവികളെ മാംസത്തിന് വേണ്ടി അനധികൃതമായി വൈദ്യുതിയും മറ്റുമൊക്കെ എടുത്ത് പിടികൂടുന്ന ആളുകൾ അങ്ങനെ ഒരു അനധികൃതമായിട്ട് വൈദ്യുതി കെണി സ്ഥാപിച്ചപ്പോൾ ആ കെണിയിൽ അകപ്പെട്ടിട്ടാണ് 10ാം ക്ലാസ്സുകാരനായ അനന്തുവിന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാവുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടെയാണ് അനന്തുവും
തൻ്റെ 4 സുഹൃത്തുക്കളും ചേർന്ന് മീൻ പിടിക്കാൻ പോയത്. വീടിന് മുന്നിൽ തന്നെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ തന്നെ മറ്റൊരു വശത്തേക്ക് അവർ നടന്ന് നീങ്ങുകയായിരുന്നു. അവിടെ ഈ മീൻ പിടിച്ച് കയറുന്നതിനിടെയാണ് തോടിന് സമീപത്ത് ഇങ്ങനെ അനധികൃതമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് കെണി സ്ഥാപിച്ചത്. ആ കെണി അവിടെ അവർ സ്ഥിരമായി പോകുന്ന വഴിയാണ്. അവിടെ മുൻപൊന്നും ഇങ്ങനെ കെണിയോ അല്ലെങ്കിൽ ഇതുപോലെ കേബിളോ ഒന്നും അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ വഴിയിലൂടെ നടന്നപ്പോഴാണ് ആ കെണി മറ്റ് 2 പേർ തോടിലേക്ക് വീണത്. ആ തോടിലേക്ക് തെറിച്ചു വീണ 2 വിദ്യാർത്ഥികൾ, അവർക്കാണ് പരിക്കേറ്റത്. അതേസമയം തന്നെ അനന്തുവിന് ജീവൻ നഷ്ടമാവുകയുമായിരുന്നു. ഏതായാലും ഇന്നലെ തന്നെ ആശുപത്രിയിലൊക്കെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നിപ്പോൾ രാവിലെ മഞ്ചേരിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം അനന്തുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഒരു നാടിന്റെ നൊമ്പരമായി മാറുകയാണ് മലപ്പുറത്ത് ഷോക്കേറ്റ് മരിച്ച അനന്തു എന്ന 15-കാരൻ. വിശദാംശങ്ങൾ നൽകിയത് അരുൺ ആലത്തൂരാണ്. വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതി വിനീഷിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പ്. കേസിന്റെ അന്വേഷണം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവി അന്വേഷിക്കും. മലപ്പുറം SP-യുടേതാണ് ഉത്തരവ്. വിശദാംശങ്ങളുമായി ശിവദാസ് ഉണ്ട്. ശിവദാസ്, എന്തൊക്കെയാണ് പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ? ഇപ്പോൾ വിനീഷാണ് ഇതിൽ മുഖ്യപ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിനീഷിന്റെ സുഹൃത്തായ കുഞ്ഞു മുഹമ്മദ് എന്ന വ്യക്തിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ഇയാൾ കേസിൽ പ്രതിയല്ലെന്നാണ് പോലീസ് പറയുന്നത്. വിനീഷാണ് ഈ കേസിലെ മുഖ്യപ്രതി. ഇന്നലെ രാത്രി തന്നെ വിനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവർ നായാട്ട് സംഘമാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ കാട്ടുമൃഗങ്ങളെ എല്ലാം തന്നെ ഈ രീതിയിൽ വേട്ടയാടി അവർ വിൽപ്പന നടത്തിയിട്ടുണ്ട്. സമാനമായ വിഷയങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇവർക്കെതിരെ അത്തരത്തിലുള്ള കേസുകളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ നിലവിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതിയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലുള്ള ഇയാളുടെ സുഹൃത്തും ഉള്ളത്. ഇവരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം തെളിവെടുപ്പ് നടത്തും. ഈ സംഭവ സ്ഥലത്ത് പന്നിക്കെണി വെച്ച ഈ സ്ഥലത്തും ഇവരുടെ വീടിന് സമീപത്തും എല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടെ തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരുടെ അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കും. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും പോലീസ് കേസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അലവിയാണ് കേസ് അന്വേഷിക്കുക. മലപ്പുറം SP ആണ് കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശിവദാസ് കന്മനമാണ്. പന്നിക്കെണിയിൽ വീണ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി വിനീഷ് കുറ്റം സമ്മതിച്ചുവെന്ന് ഡിവൈഎസ്പി സാജു K എബ്രഹാം. ഇയാൾക്കെതിരെ മുൻപ് കേസുകളില്ലായിരുന്നു. കസ്റ്റഡിയിലെടുത്ത കുഞ്ഞു മുഹമ്മദിന് കേസിൽ പങ്കില്ലെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കൂടുതൽ അന്വേഷണം നടത്തുന്നേ. മറ്റെന്തെങ്കിലും കേസുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇയാളുടെ പേരിൽ? ഇല്ല, മറ്റു കേസുകളൊന്നുമില്ല. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇത് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് മറ്റു നടപടികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തന്നെ ഹാജരാക്കും. ഇയാൾ ഇയാളുടെ ജോലി ഇതാണ്, ഈ മാംസ വിൽപ്പനയാണോ? അല്ല, ടിയനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുന്നത്തെ ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു കേസുകളൊന്നും ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൈയൊഴിഞ്ഞ് വനം മന്ത്രി AK ശശീന്ദ്രൻ. സർക്കാർ സ്പോൺസേർഡ് ആണ് എന്ന് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് UDF പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ചോദ്യം. KPCC പ്രസിഡന്റും അത് തന്നെയാണ് പറയുന്നത്. UDF വാർഡ് മെമ്പറാണ് കേസിലെ പ്രതിയെന്ന് മന്ത്രി പറഞ്ഞു. യാതൊരു ബന്ധവുമില്ലാത്ത കേസിൽ വനം വകുപ്പിനെ കുറ്റപ്പെടുത്തുന്നുവെന്നും LDF-നെതിരെയുള്ള ശ്രമമാണ് എന്നാണ് മന്ത്രിയുടെ ന്യായീകരണം. കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം ഒഴിവാക്കാൻ കൃഷി വകുപ്പ് ഇതുവരെ 50 കോടിയോളം രൂപ ചെലവഴിച്ചുവെന്ന് മന്ത്രി P പ്രസാദ്. വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ AI സഹായത്തോടെയുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തും. ഇതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു.
കാലങ്ങളായി കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് വനം വകുപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമല്ല ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതോടകം ഏതാണ്ട് 50 കോടിയോളം രൂപ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ കൃഷി വകുപ്പിനെ കൊണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ കിട്ടുന്നിടത്തുനിന്നെല്ലാം സഹായം ലഭ്യമാക്കിക്കൊണ്ടാണ് ആ തരത്തിൽ അതിനുവേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായത്. അത് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായിട്ടാണ് അത് നൽകിയത്. കാരണം ഞങ്ങൾ പോയിട്ട് ആ വനമേഖലയുമായി ബന്ധപ്പെട്ടിടങ്ങളിൽ കിടങ്ങ് കുഴിക്കലോ അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് ഏർപ്പെടുത്തലോ ഒക്കെ പ്രയാസമുള്ള കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സ്ഥാപനമായ നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റുമായി ഞാൻ തന്നെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അവയെല്ലാം അതിൽ നിന്ന് അകറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ പലതും അവരുടെ മുൻകൈയിൽ ചില സ്റ്റാർട്ടപ്പുകൾ അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഏതെല്ലാം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു പരിശോധനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കൃഷി വകുപ്പ് കൂടി അതിന് സഹായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന് സർക്കാരാണ് ഉത്തരവാദിയെന്ന് നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം സംഭവമാണ് എന്നും എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് സംബന്ധിച്ചിടത്തോളം ഇവിടെ മാംസക്കച്ചവടക്കാർ അത് അവരുടെ ഒരു കെണിയിൽപ്പെട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയില്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അനാസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം തുടരെ ഉണ്ടാകത്തില്ലല്ലോ. ഇത് ഒരു ഇതാണ്. അതുപോലെ തന്നെ എന്തോ ബഹുമാനപ്പെട്ട വനമന്ത്രി ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കേട്ടു എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. പക്ഷേ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യം എന്താണ്? ഒരു പാവപ്പെട്ട 15 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? സർക്കാർ ഇതിനെ വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുന്നു. സർക്കാരാണ് 15-കാരന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പ്രതികരിച്ചു. നിരുത്തരവാദിത്വപരമായ പ്രതികരണമാണ് മന്ത്രി ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു. എത്ര പേരാ നിലമ്പൂര്, എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒരു ഗവൺമെന്റ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. മലയോര ജനതയെ വേട്ടയാടുന്ന മനുഷ്യമൃഗങ്ങളായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മാറിയിരിക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മലപ്പുറത്ത് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ജനം TVയോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിലമ്പൂരിൽ അനധികൃതമായി വൈദ്യുതി കെണിവെച്ച് അതിൽ കുരുങ്ങിയ അനന്തുവിൻ്റെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? മലയോര കർഷകരുടെ ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വളരെ ദുഃഖകരമാണ്. ഇനി ഇത് ആവർത്തിക്കില്ലാത്ത രീതിയിലുള്ള നടപടി കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാന സർക്കാരിനോട്. ഈ പ്രദേശത്ത് തന്നെ ഒരു 3 മാസം മുൻപ് സമാന രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കൃത്യമായ നടപടികൾ എടുക്കാത്തതല്ലേ? നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കാരണം മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ദുഃഖിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് എല്ലാ രീതിയിലും. അപ്പോൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള ഫലവത്തായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. ഈ മന്ത്രി AK ശശീന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ സന്ദർശിച്ച MB ഗോവിന്ദനാണെങ്കിലൊക്കെ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, സർക്കാരിൻ്റെ വീഴ്ചയോ മറ്റൊന്നുമല്ല ഇതിൽ. പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണോ ഈ സംഭവം എന്നൊക്കെ സംശയമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവർ പറയുന്നതിൻ്റെ എന്താണ് കാര്യമെന്ന് അവർക്കേ അറിയത്തുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞാൻ എത്തിച്ചേർന്ന ഒരു നിഗമനം, ഇവിടെ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല ആക്രമിക്കുന്നത്, മനുഷ്യമൃഗങ്ങളും ആക്രമിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല സഖ്യത്തിലെ മനുഷ്യമൃഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പ്രസ്താവനയിൽ നിന്ന്
ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയുള്ള മനുഷ്യമൃഗങ്ങളായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പിന്മാറിയില്ലെങ്കിൽ ജനങ്ങൾ നേരിടും. ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ മുന്നിലുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണ സംഭവത്തിൽ പോലും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുകയാണ് ഈ UDF-ഉം LDF എന്നുള്ളത് തന്നെയാണല്ലോ അല്ലേ? അത് അല്ല, ഞാൻ പറഞ്ഞില്ല, അവരുടെ പ്രസ്താവനകളെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് നേതാക്കന്മാർ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മോഡിയെ നേരിടുന്നവരുടെ നേതാക്കന്മാർ, അത് ഏത് ഇടതിൻ്റെയാണോ വലതിൻ്റെയാണോ റിയൽ ഇന്ത്യ എന്ന് എനിക്കറിയില്ല, അവർ മനുഷ്യമൃഗങ്ങളായിട്ട് മാറുന്നു ഈ പ്രദേശങ്ങളിൽ. അത് നിർത്തിയില്ല എങ്കിൽ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് അവസാനിപ്പിക്കുമെന്ന് BJP പറഞ്ഞിട്ടുള്ളതെല്ലാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കാനുള്ള കരുത്തും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് ഈ മുന്നണികളോട് ആവശ്യപ്പെടാനുള്ളതാണ്. അവരുടെ നേതൃത്വത്തിൽ മനുഷ്യമൃഗങ്ങളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കും. അതുതന്നെയാണ്. ഏതായാലും വന്യമൃഗങ്ങൾ മാത്രമല്ല, മനുഷ്യമൃഗങ്ങൾ കൂടെ സാധാരണക്കാരായ മലയോര ജനതയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിൽ ഈ ഇടത് വലത് മുന്നണികൾ ഈ അനന്തുവിൻ്റെ മരണത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുന്നതിനെ കൂടെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ. വന്യമൃഗശല്യം രൂക്ഷമായ നിലമ്പൂരിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ 2023 കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോത്തുകൽ സ്വദേശി ജോസിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി നൽകുമെന്ന വാഗ്ദാനം 2 വർഷത്തോടടുത്തിട്ടും നിറവേറ്റിയില്ല. നിലമ്പൂരിലെ കർഷക കുടുംബങ്ങൾ ഇന്നും കഴിയുന്നത് കണ്ണീരോടെയാണ്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ആരവത്തിലാണ് നിലമ്പൂർ നിവാസികൾ. ഒരു ഭാഗത്ത് വോട്ടിനായുള്ള നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ, മറുഭാഗത്ത് വഴിമുട്ടിയ ജീവിതവും പേറി കുറേ മനുഷ്യർ. ഇതാണ് നിലമ്പൂരിൻ്റെ കാഴ്ച. വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖല കൂടിയാണ് നിലമ്പൂർ. 2023 സെപ്റ്റംബർ മാസത്തിലാണ് ഉപ്പട പോത്തുകൽ ചെമ്പൻകൊല്ലിയിൽ ജോസ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അന്ന് കുടുംബത്തിലുള്ള ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന ആവശ്യവുമായി ജനകീയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ആവശ്യം വനംവകുപ്പ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷത്തോട് അടുത്തിട്ടും ഈ കുടുംബത്തെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. നഷ്ടപരിഹാരം 10 ലക്ഷം രൂപ തന്നിരുന്നവർ ജോലി തരാമെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം മോന് ജോലി വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉണ്ട്, അവൻ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെറിയൊരു സാലറിക്കാണ് ജോലി ചെയ്യുന്നത്. കൊണ്ട് കുടുംബം പോവില്ല. കൃഷി ആദായങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ശരിക്കും കൃഷിയായിരുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗം. വനത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് പശുവിനെ മേയ്ക്കുന്നതിന് ഇടയിലായിരുന്നു ആനയുടെ ആക്രമണം. മരിച്ച ജോസ് കർഷകനായിരുന്നു. ഇങ്ങനെ നിരവധി ജീവിതങ്ങൾ ഇപ്പോഴുമുണ്ട് നിലമ്പൂരിൽ. വോട്ട് ചോദിച്ച് അധികാരത്തിലെത്തിയാൽ പിന്നെ ഇവരുടെ കണ്ണീർ ആരു കാണാൻ? വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് നിലമ്പൂർ. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല. നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കർമ്മനം, ജനം. ഇടുക്കി ചെല്ലാർകോവിൽ കടുക്ക സിറ്റിയിൽ കുഴിയിൽ വീണ കടുവയ്ക്ക് വീണ്ടും മയക്ക് വെടിവെക്കും. ആദ്യ തവണ മയങ്ങാത്തതിനാലാണ് വീണ്ടും മയക്ക് വെടിവെക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കടുവയ്ക്കൊപ്പം വീണ നായയെ നേരത്തെ മയക്കുവെടി വച്ചിരുന്നു. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിലെ NIA റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാജ്യത്ത് മതഭീകരതയ്ക്ക് കളമൊരുക്കി പാക് മത തീവ്ര പ്രഭാഷകരും. പ്രതി ഷാറൂഖ് സേഫി പിന്തുടർന്നതിൽ പാക് ഇസ്ലാമിക് പ്രഭാഷകരും ഷാറൂഖ് സേഫിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തെളിവെന്ന് NIA ചൂണ്ടിക്കാട്ടുന്നു. ഷാരൂഖ് സേഫി പിന്തുടർന്നത് ഡോക്ടർ ഇസ്രാർ അഹമ്മദ്, താരിഖ് ജാമിൽ, മുഫ്തി താരിഖ് മസൂദ്, തൈമൂർ അഹമ്മദ് എന്നിവരെയാണ്. ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിൽ മതഭീകര പ്രഭാഷണങ്ങളും പോൺ സൈറ്റുകളുമുണ്ട്. ഷാരൂഖ് സേഫിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് മതഭീകര ആശയ പ്രചാരകരായ പ്രഭാഷകരെ പിന്തുടർന്നത് വ്യക്തമായത്. സാക്കിർ നായിക്കിനെ സ്ഥിരമായി കേൾക്കുമായിരുന്നുവെന്ന് നേരത്തെ ചോദ്യം ചെയ്യലിൽ ഷാരൂഖ് സമ്മതിച്ചിരുന്നു. ഇത്തരം പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പിന്തുടർന്നാണ് ഷാരൂഖ് രക്തരൂക്ഷിത ജിഹാദിന് ശ്രമിച്ചത്. തന്റെ മതവും വിശ്വാസവും മാത്രമാണ് ശരിയെന്ന ചിന്താഗതിയിൽ അവിശ്വാസികളെ കാഫിറുകളായി കരുതി കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം.
വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് ഭീകരാക്രമണ കേസിലെ ഏക പ്രതി ഷാരൂഖ് സൈഫി നൽകിയ ജാമ്യാപേക്ഷ എതിർത്തുള്ള റിപ്പോർട്ടിലാണ് പാക് തീവ്രമത പ്രഭാഷകരെ പിന്തുടർന്നതിന്റെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2023 ഏപ്രിൽ 2-നാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ കടന്നുകയറി യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീവച്ചത്. ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച 3 പേരെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തീവ്രമത ചിന്താഗതിക്കാരനായ ഷാരൂഖ് സൈഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായിരുന്നു. താൻ കാഫറുകളായി കരുതിയവരെ കൊന്നെടുക്കാൻ രക്തരൂക്ഷിത ജിഹാദിനും പദ്ധതിയിട്ടിരുന്നു. കേസിൽ വിചാരണ ഉടൻ ആരംഭിക്കും. പാകിസ്ഥാനിലെ തീവ്രമത പ്രഭാഷകരാണ് ഷാരൂഖ് സൈഫിയെ രക്തരൂക്ഷിത കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇതേ രീതിയിൽ പാക് തീവ്രമത പ്രഭാഷകരുടെ പ്രസംഗങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന നിരവധി ആളുകൾ കേരളത്തിൽ കൂടുതലായുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. സമ്പൽ സംഘർഷത്തിൽ പിടികിട്ടാനുള്ള അക്രമികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്ന് പോലീസ്. കേസിൽ 74 പ്രതികളുടെ ഫോട്ടോ ഉൾപ്പെടുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. ഒളിവിൽ പോയ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട്. ജിഷ്ണു, എന്തൊക്കെ കടുത്ത നടപടികളിലേക്കാണ് പോകുന്നത്? സമ്പൽ സംഘർഷത്തിൽ കടുത്ത നടപടികളാണ് ഇതുവരെ അധികൃതരുമൊപ്പം അന്വേഷണ ഏജൻസിയും സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുന്നതിനുള്ള വലിയ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്പൽ കേസിൽ അക്രമികളുടെ ഫോട്ടോയും പേരും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉത്തർപ്രദേശിന്റെ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്നും അന്വേഷണം ഊർജിതമാക്കും എന്ന വിവരം പോലീസ് അറിയിച്ചിട്ടുള്ളത്. കേസിൽ പിടികിട്ടാപ്പുള്ളികളായി 74 പേരുടെ വിവരങ്ങൾ ഈ വർഷം ഫെബ്രുവരിയിൽ അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. കൂടാതെ ഒളിവിൽ പോയവരുൾപ്പെടെ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നും അധികൃതർ അറിയിച്ചിരുന്നു. അത്തരത്തിൽ കടുത്ത നടപടികളുടെ ഭാഗമായാണ് ഒളിവിൽ പോയവരെ പിടികൂടുന്നതിന് വേണ്ടി പ്രതികളുടെ ഫോട്ടോയും പേരുൾപ്പെടെയുള്ള വിശദാംശങ്ങളും ഉൾപ്പെടെയുള്ള പോസ്റ്ററുകൾ ഉത്തർപ്രദേശിലെ മുഴുവൻ ജില്ലകളിലും പതിപ്പിക്കും എന്ന നിർദ്ദേശം, എന്ന അറിയിപ്പ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് നൽകിയിട്ടുള്ളത്. നേരത്തെ 2024 നവംബറിലാണ് സംഭലിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തടയുകയും അവിടെ ഒരു വർഗീയ കലാപത്തിലേക്ക്, നിരവധി വീടുകളും കടകളും തീവച്ച് നശിപ്പിക്കുകയും ആളുകളുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു വലിയ വർഗീയ സംഘർഷത്തിലേക്ക് സംഭലിനെ കൊണ്ടുചെന്നെത്തിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ സംഘർഷത്തെ അടിച്ചമർത്തുന്നതിനും പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിനും ഉത്തർപ്രദേശ് പോലീസ് സർക്കാരിന് സാധിച്ചിരുന്നു. അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് പിടികിട്ടാതിരിക്കുന്ന ആ പ്രതികളുടെ ഫോട്ടോയും വിവരങ്ങളും ഉത്തർപ്രദേശിലുടനീളം പതിപ്പിക്കാൻ പോലീസ് തയ്യാറെടുത്തത്. സമ്പൽ സംഘർഷത്തിൽ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഉത്തർപ്രദേശ് പോലീസ്. അക്രമികളുടെ ചിത്രങ്ങൾ എല്ലാ ജില്ലകളിലും പതിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ജിഷ്ണുവാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിൽ. ഇന്നലെ രാത്രിയോടെ മധുരയിലെത്തിയ അദ്ദേഹം സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. ജില്ലാ മണ്ഡലതല നേതാക്കളുമായും അദ്ദേഹം സംവദിക്കും. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് അദ്ദേഹം വിലയിരുത്തുക. 2 മാസത്തിനിടയിൽ അമിത്ഷാ നടത്തുന്ന 2ാമത്തെ തമിഴ്നാട് സന്ദർശനമാണിത്. രാവിലെ അദ്ദേഹം മധുരൈ മീനാക്ഷി അമ്മൻ കോവിലിൽ ദർശനം നടത്തി. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ കോൺഗ്രസ് തോൽവി ഉറപ്പിച്ചുവെന്ന് BJP. പരാജയം ഉറപ്പിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി പരാജയത്തിന്റെ നിരീക്ഷകനായി മാറിയെന്നും ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അധികാരം പിടിക്കാനാകില്ലെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് നേതാക്കൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് BJP വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ കോൺഗ്രസ് പരാജയം ഉറപ്പിച്ചു. മുൻപ് തോൽവിക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അത് ആരംഭിച്ചെന്നും രാഹുൽ പരാജയത്തിന്റെ നിരീക്ഷകനായി മാറിയെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. രാഹുൽ ഗാന്ധി मौसम वैज्ञानिक अब नए हो गए, हार के मौसम वैज्ञानिक, और वो अपने हार का जायजा उनको मिल चुका है. जनता NDA के साथ है तो मैच फिक्स भी जनता के साथ है. जनता आज NDA के साथ इसलिए है, हर गांव में सड़क है, बिजली है, स्वास्थ्य है.
ജനങ്ങൾക്ക് റോഡും വീടും കുടിവെള്ളവും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. BJPയുടെ വികസന രാഷ്ട്രീയത്തിനൊപ്പം ജനങ്ങൾ നിൽക്കുന്നതിന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും ബീഹാറിലും BJPക്ക് വേണ്ടി അട്ടിമറി നടക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ നേരത്തെ ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു. രാഹുലിന്റെ പരാമർശം അടിസ്ഥാനരഹിതമായ അസംബന്ധമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ജനം, ഡൽഹി. തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ കാണാമറയത്ത്. വിവിധ ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന പ്രേംകുമാർ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. റൂറൽ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളുമായി സാനു ഉണ്ട്. സാനു, പ്രതി സംസ്ഥാനം വിട്ടു എന്ന് തന്നെ ഉറപ്പിക്കുകയാണോ പോലീസ്? അമ്മയുടെയും മകളുടെയും കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അതിൽ കൊലപാതകം ചെയ്തു എന്ന് സംശയിക്കുന്ന പ്രേംകുമാർ ഇപ്പോഴും കാണാമറയത്താണ്. അതായത് രാഖിയുടെ പടിയൂർ കൈതപ്പറമ്പിൽ രാഖിയുടെ രണ്ടാമത്തെ ഭർത്താവാണ് പ്രേംകുമാർ. ആദ്യ വിവാഹം കഴിഞ്ഞ് അദ്ദേഹം എറണാകുളം സ്വദേശിനിയാണ് ആദ്യ വിവാഹം ചെയ്ത്. അവരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസമൊക്കെ കഴിഞ്ഞ 5 മാസമായിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. തുടർന്നാണ് ഈ രേഖയുമായിട്ടുള്ള വിവാഹവും തുടർന്ന് ഇവരുടെ ജീവിതവും ഉണ്ടായത്. എന്തായാലും രേഖയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നത്. അതായത് ഈ മാസം 2-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടക്കുന്നത്. അതിനുശേഷം 4-ാം തീയതി, അതായത് രേഖയുടെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് രേഖയുടെയും ഒപ്പം മാതാവായിട്ടുള്ള മണിയുടെയും മൃതദേഹം വീടിനുള്ളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. അതായത് കൊല നടത്തി 2 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കൃത്യം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഈ രേഖയും അതേപോലെ തന്നെ രേഖയുടെ മാതാവായിട്ടുള്ള മണിയും പരാതി നൽകിയിരുന്നു. അതായത് പ്രേംകുമാർ സ്ഥിരമായി വീട്ടിൽ ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് തന്റെ മകളെ ആക്രമിക്കുന്നതായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് പ്രേംകുമാറിനെതിരെ ഈ കുടുംബത്തിൽ രേഖയും അതേപോലെ തന്നെ മാതാവും നൽകിയത്. തുടർന്നാണ് ഈ പരാതി നൽകിയതിന്റെ വൈരാഗ്യമായിരിക്കാം ഈ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യ ഭാര്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ വിദ്യയായിരുന്നു ആദ്യത്തെ ഭാര്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഫോൺ മുംബൈയിലേക്ക് പോയ ട്രെയിനിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ പലവിധ കുറുക്ക് വഴികൾ തേടുന്ന ഒരു കൊലപാതകിയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള ആളാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രേംകുമാർ MBA ബിരുദധാരിയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും അടക്കം അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യം ഈ പ്രേംകുമാറിനുണ്ട്. അതുകൊണ്ട് നിരീക്ഷണത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കോഴിക്കോട് മയക്കുമരുന്ന് നൽകി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. അടുക്കത്ത് സ്വദേശി അസ്നാസ്നിയാണ് മംഗലാപുരത്ത് നിന്ന് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ പരാതിയിലാണ് കേസ്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നപ്പോൾ യുവമോർച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. അനഘയുണ്ട് വിശദാംശങ്ങളുമായി. അനഘ, പ്രതിയെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ കൊണ്ടുപോയോ? രാഖി നിലവിൽ കുറ്റ്യാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ MDMA അടക്കമുള്ള രാസലഹരി നൽകി പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതി അടുക്കത്ത് സ്വദേശി അജ്നാസിനെയാണ് മംഗലാപുരത്ത് വെച്ച് കുറ്റ്യാടി പോലീസ് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കോഴിക്കോടേക്ക് എത്തിച്ചു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്താണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. നിലവിൽ വൈദ്യപരിശോധന കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതിയെ കൃത്യമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രതി ഈ പ്രദേശത്ത് കുറ്റ്യാടി ഭാഗത്ത് തന്നെ ബാർബർ ഷോപ്പ് നടത്തുകയാണ്. ഈ ബാർബർ ഷോപ്പിന്റെ മറവിൽ, അതായത് ആ പ്രദേശത്ത് ബാർബർ ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം രാത്രികാലങ്ങളിൽ ആ പ്രദേശത്തുള്ള ആൺകുട്ടികളെ ഫോണിൽ വിളിച്ച് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് പ്രതി ചെയ്തിരുന്നത്. മാത്രമല്ല
ഈ വീട്ടിലെത്തുന്ന സമയത്ത് ഈ ആൺകുട്ടികൾക്ക് ലഹരിമരുന്ന് MDMA പോലുള്ള ലഹരിമരുന്ന് നൽകുകയും ഈ ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. അങ്ങനെ ഈ പീഡനത്തിന് ഇരയായ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കുറ്റ്യാടി പോലീസ് കേസെടുത്തതും അന്വേഷണം ആരംഭിച്ചതും. ഈ കേസെടുത്തതിന് പിന്നാലെ ഈ അജ്നാസ് ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം ഈ അജ്നാസിന്റെ ഫോൺ രേഖകളും മറ്റും ഒക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മംഗലാപുരത്തുണ്ട് എന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നതും നിലവിൽ മംഗലാപുരത്ത് വെച്ച് ഈ അജ്നാസിനെ അറസ്റ്റ് ചെയ്യുന്നതും. എന്തായാലും വൈദ്യപരിശോധന കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായ ചോദ്യം ചെയ്യൽ നടക്കും. അതിനുശേഷമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു രൂപരേഖ അല്ലെങ്കിൽ വ്യക്തമായൊരു ചിത്രം പുറത്തേക്ക് വരിക. രാഖി. ശരി അനഘ. 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ വർഷങ്ങൾക്ക് ശേഷം പ്രതി പിടിയിലായി. തമിഴ്നാട് പഴനി സ്വദേശി അബൂബക്കർ രാജാണ് കോഴിക്കോട് അറസ്റ്റിലായത്. 2019 10 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ജാമ്യത്തിലിറങ്ങി പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. 6 വർഷമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ തൃശൂർ വെസ്റ്റ് പോലീസ് കോഴിക്കോടെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെതിരെ ആരോപണവുമായി നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. ബാങ്ക് രേഖകൾ മാത്രം പരിശോധിച്ചാൽ കേസിലെ സത്യാവസ്ഥ മനസ്സിലാകുമായിരുന്നുവെന്നും G. കൃഷ്ണകുമാർ പറഞ്ഞു. ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായപ്പോഴാണ് പരാതി നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാർ പണം എടുത്തു എന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ? എടുത്ത പൈസ ഇരിക്കട്ടെ, കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല. 3 ലക്ഷം വരെ ഓർമ്മയുണ്ടോ? 10 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നായിരിക്കുന്നത് സംസാരിക്കുകയില്ലേ? വന്നാലെത്തി കണക്ക് പ്രകാരം വന്നാൽ നിങ്ങളെത്തി. അപ്പൊ നമുക്ക് എടുത്തിട്ട് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എത്തി പൈസ അല്ല, ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്കാക്കി പറയല്ലേ? കംപ്ലീറ്റ് കേട്ടോ, കംപ്ലീറ്റ് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാൻ വന്നേ? ഞങ്ങൾ 3 പേരും അങ്ങനെ എടുത്ത പൈസയാണ് വരുന്നത്. 2000 രൂപ ഞങ്ങൾ അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു മകളുടെ സ്ഥാപനത്തിൽ നിന്നും പണം നഷ്ടമായ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയപ്പോൾ കൗണ്ടർ കേസിലാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്നും നിഷ്പക്ഷമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാർ പറഞ്ഞു. ജീവനക്കാരുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ ഇത് തിരിച്ചറിയാൻ കഴിയുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു. ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളുടെ 2 സ്ഥാപനത്തിൽ ചെന്നു, പിന്നെ ആ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു. എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കണം. അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു. അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിലുള്ള FIRന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ ഇതേ രംഗത്തുനിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ. നിങ്ങൾ തന്നെ പറയുക, എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടികളും തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം.
ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത്. തങ്ങളിലുള്ള തെളിവുകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ഭീഷണിപ്പെടുത്തുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തുവിടാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം. 70 വർഷങ്ങൾക്ക് ശേഷം നടന്ന അപൂർവമായ മഹാകുംഭാഭിഷേകത്തിന് ആതിഥ്യമരുളിയിരിക്കുകയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനായി മഹാകുംഭാഭിഷേകം നടന്നു. രാവിലെ 7:40 മുതൽ 8:40 വരെ നടന്ന വിശേഷാൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത്. താഴികക്കുടങ്ങളുടെ സമർപ്പണത്തോടൊപ്പം വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശവും നടന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരു കുംഭാഭിഷേകം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. 275 വർഷങ്ങൾക്ക് ശേഷം വിശേഷാൽ പൂജകളോടെ താഴികക്കുട സമർപ്പണം. രാവിലെ 7-ന് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തിൻമൂട്ടിൽ നിന്ന് ശീവേലിപ്പുര വഴി തിരുവമ്പാടിയിലെത്തി. അവിടെ അഷ്ടബന്ധ കലശത്തിന് ശേഷം ശ്രീകോവിലിന് സമീപത്തെ വിക്ഷക്സേന ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നു. ശ്രീപത്മനാഭസ്വാമിയുടെ പാദത്തിന് താഴെയാണ് വിക്ഷക്സേന വിഗ്രഹവും ക്ഷേത്രവും ഉള്ളത്. ശ്രീപത്മനാഭസ്വാമിക്ക് തുല്യം കടിശർക്കര യോഗത്തിലാണ് വിഷ്ണുവിന്റെ ഉപരൂപമായ വിക്ഷക്സേന വിഗ്രഹം പുനർനിർമ്മിച്ചത്. ശേഷം ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച 3 സ്വർണ്ണ താഴികക്കുടങ്ങളിലും കലശങ്ങളാടി. ഓരോ താഴികക്കുടത്തിലും 25 കിലോ വീതം ഞവര നെല്ലാണ് നിറച്ചിട്ടുള്ളത്. കടിശർക്കര യോഗത്തിലുള്ള വിക്ഷക്സേന വിഗ്രഹത്തിന്റെ പുനർനിർമ്മാണവും ക്ഷേത്ര നവീകരണവും ശില്പി ശിവഗംഗ തിരുക്കോട്ടിയൂർ മാധവന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. മഹാകുംഭാഭിഷേക ചടങ്ങുകളിൽ 8 യോഗക്കാർ, പുഷ്പാഞ്ജലി സ്വാമിയാർ, ക്ഷേത്രം സ്ഥാനി തുടങ്ങിയവർ സംബന്ധിച്ചു. വിശേഷാൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത്. ജനം, തിരുവനന്തപുരം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള മുതിരേരി വാൾവരവും നെയ്യാട്ടവും ഇന്ന് നടക്കും. പരാശക്തിയുടെ വാൾ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും എഴുന്നള്ളിച്ച് ഞായറാഴ്ച സന്ധ്യയോടെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്നാണ് നെയ്യാട്ടത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക. മുതിരേരി വാൾ ഇക്കരെ ക്ഷേത്ര സന്നിധിയിൽ എത്തിയയുടൻ നെയ്യമൃദു വ്രതക്കാർ അക്കരെ പ്രവേശിക്കും. തുടർന്ന് പടിഞ്ഞീറ്റ നമ്പൂതിരി, തേടൻ, വാരിയർ, നമ്പീശൻ എന്നീ സ്ഥാനികർ അക്കരെ പ്രവേശിച്ച് മണ്ഡാലങ്ങളിൽ വിളക്ക് വയ്ക്കും. ചോതിവിളക്കിൽ നിന്ന് നാളം പകർന്ന് മറ്റു വിളക്കുകൾ തെളിയിക്കുകയും തിടപ്പള്ളിയിലെ തിരുവടുപ്പിൽ തീ കൂട്ടുകയും ചെയ്യും. അതിനുശേഷം സ്ഥാനിക ബ്രാഹ്മണർ ചേർന്ന് കഴിഞ്ഞ വർഷം സ്വയംഭൂ മൂടിയ അഷ്ടബന്ധം ആചാരപ്പെരുമയോടെ തുറക്കും. തുടർന്നാണ് നെയ്യഭിഷേകം നടക്കുക. വൈശാഖ മഹോത്സവത്തിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. കൊട്ടിയൂർ ദേവസ്വം നല്ല ഒരുക്കങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യങ്ങളായാലും ശരി, അവരെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് പ്രസാദം കിട്ടുന്ന കാര്യത്തിലും എല്ലാം തന്നെ, അതായത് കുടിവെള്ളം കൊടുക്കുന്ന കാര്യം, അതേപോലെ അവർക്ക് ഉള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അക്കരെയും ഇക്കരെയായിട്ട് ക്ഷേത്രത്തിൻ്റെ നടകളിലും അതേപോലെ തന്നെ മന്നഞ്ചേരിയിലും നടുക്കുനിയിലും വഴിപാട് കൗണ്ടറുകൾ ഉണ്ട്. അവിടെ ഭക്തന്മാർക്ക് പോയിട്ട് അവരുടെ പ്രാർത്ഥനകളും മറ്റും അവിടെ റിസീറ്റ് ചെയ്യാൻ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നദാനത്തിന് അക്കരെ ദേവസ്വത്തിൻ്റെ വക അക്കരയും ഇക്കരെ ക്ഷേത്ര നടയുടെ സൈഡിലായിട്ടും അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യ അവകാശിയായ വില്ലിപ്പാലൻ കുറുപ്പിന്റെ നെയ്യ് ആദ്യം അഭിഷേകം ചെയ്തതിനു ശേഷം തമ്മേങ്ങാടൻ നമ്പ്യാരുടെയും നെയ്യ് അഭിഷേകം ചെയ്യും. ഉത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ ഭണ്ഡാരം എഴുന്നള്ളത്ത് നാളെ നടക്കും. ജനം, കൊട്ടിയൂർ.
ആക്രമണം നടന്ന കോഴിക്കോട് മാറാടുള്ള അയ്യപ്പ ഭജന മഠം സന്ദർശിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കൾ. കുറച്ചു കാലങ്ങളായി ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾക്ക് ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു. അയ്യപ്പ ഭജന മഠം തകർത്തയാളുടെ പിന്നിൽ ചില ശക്തികളുണ്ടാകും. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് VHP നേതൃത്വം നൽകുമെന്നും അനിൽ വിളയിൽ പറഞ്ഞു. കുറേയേറെ കാലമായി ഹൈന്ദവ ആരാധനാലയങ്ങളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ ഹൈന്ദവ ബിംബങ്ങളെ അവമതിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരള സമൂഹത്തിൽ വളരെ വ്യാപകമായി കൂടി വരികയാണ്. അതിൻ്റെ പ്രകടമായ ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരു തുളസിത്തറയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായം. അതിനുശേഷം ഇപ്പോൾ ഈ മാറാട് നടന്നിരിക്കുന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘപരിവാർ സംഘടനകൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ആസൂത്രിതമായ അക്രമ സംഭവങ്ങൾ ഇന്നലത്തെ ദിവസം തന്നെ ഇത് തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ടയുണ്ട്. ഇന്നലെ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായിരുന്നു. ആ ദിനത്തിലെ ഇത്തരത്തിലുള്ള ഒരു അക്രമ പ്രവർത്തനം കാണിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു വിട്ട ചില ശക്തികളുണ്ടാകും. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച വ്യക്തികളെ ശക്തമായ രീതിയിൽ അറസ്റ്റ് ചെയ്യണമെന്നും അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കണമെന്നുമുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഇടുക്കിയിൽ മയക്കുവെടി വെച്ച് കടുവയെ കൂട്ടിൽ കയറ്റിയിരിക്കുകയാണ്. ഇന്നലെയാണ് കടുവ കുഴിയിൽ വീണത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇടുക്കി ഏലപ്പാറയിൽ ഇന്നലെയാണ് കടുവ കുഴിയിൽ വീണത്. അല്പസമയം മുൻപാണ് കടുവയെ മയക്കുവെടി വെച്ച് കൂട്ടിൽ കയറ്റിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ മയക്കുവെടിയിൽ കടുവ മയങ്ങിയിരുന്നില്ല, വീണ്ടും മയക്കുവെടി വെക്കും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനിടെയാണ് കടുവയെ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിരിക്കുന്നത്. കടുവ കുഴിയിൽ വീണത് ഇന്ന് രാവിലെയോടുകൂടിയാണ്. ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടുവയെ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കുവെടി വെച്ചു എന്ന വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ആ കടുവയെ ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൂട്ടിൽ കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യ മയക്കുവെടിയിൽ കടുവ മയങ്ങിയിരുന്നില്ല. ആ കടുവയെയാണ് ഇപ്പോൾ കൂട്ടിൽ കയറ്റിയിരിക്കുന്നത്. കടുവയ്ക്ക് വീണ്ടും മയക്കുവെടി നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിരവധി പേരാണ് കടുവയെ കാണാനായി അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. സുബിനുണ്ട് വിശദാംശങ്ങളുമായി. സുബിൻ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ചെല്ലാർകോവിലിന് സമീപത്ത് ഈ ഒരു കുഴിയിൽ, ഏലത്തോട്ടത്തിനുള്ളിലെ വേസ്റ്റ് കുഴിയിൽ ഇത്തരത്തിലൊരു കടുവയെ കാണുന്നത്. ഒരു പട്ടിയെ ഓടിക്കുന്നതിനിടയിൽ കടുവ കുഴിയിൽ വീണതാകാമെന്ന നിഗമനത്തിലായിരുന്നു. ഇതിനു ശേഷം ഈ സ്ഥല ഉടമയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിലവിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ട്. ഒരു 12:20 കൂടിയാണ് ആദ്യ മയക്കുവെടി വെക്കുന്നത്. അതിനുശേഷം ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് ഈ കടുവ മയങ്ങുന്നത്. ആ മയങ്ങിയ ശേഷം വല ഉപയോഗിച്ച് കടുവയെ ഈ കുഴിക്കുള്ളിൽ നിന്ന് കയറ്റുകയായിരുന്നു. ഇതിനിടെ ഈ നായ്ക്കും മയക്കുവെടി കൊടുത്തു. നായയും നിലവിൽ ഈ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ഈ വാഹനത്തിനുള്ളിൽ നിലവിലിപ്പോൾ കയറ്റിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലവിലിപ്പോൾ ഈ കൂട് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ഈ കടുവയെ കൂട്ടിൽ കയറ്റുന്നത് കാണാൻ വേണ്ടി. പ്രധാനമായും തമിഴ്നാട് വനാതിർത്തിയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇതിന്റെ താഴ്വശം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് എതിർവശം പൂർണ്ണമായും തമിഴ്നാട് വനമേഖലയാണ്. ഈ തമിഴ്നാട്
വനമേഖലയിൽ നിന്ന് കയറി വന്ന കടുവയാകാമെന്നൊരു നിഗമനമാണ് എന്തായാലും വനംവകുപ്പിനുള്ളത്. ഇതുവരെ വനംവകുപ്പ് പരിശോധന നടത്തിയ ശേഷം ഈ കടുവയെ നിലവിൽ ഇപ്പോൾ കൂടിനുള്ളിലേക്ക്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കൂടിനുള്ളിൽ കടുവയുടെ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ കൂട് അടയ്ക്കുകയാണ് കടുവ ഇപ്പോൾ. കടുവ നിലവിൽ ഇപ്പോൾ വാഹനത്തിനുള്ളിൽ ഉയരുന്നുണ്ട്. അതായത് ആ ഒരു മയക്കത്തിലാണെങ്കിൽ പോലും കടുവ കൂടിനുള്ളിൽ തന്നെ കോൺഷ്യസ് ആവുന്ന, അല്ലെങ്കിൽ ആ ഒരു ബോധാവസ്ഥയിലേക്ക് വരുന്നത് പോലുള്ളൊരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കടുവ തല കുഴിയിൽ വീണ കടുവയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് പുതുതായി ആരംഭിക്കുന്ന ഭാരതീയ വിദ്യാനികേതൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 1ാം വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. പഠനത്തിനൊപ്പം തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന വ്യത്യസ്ത കോഴ്സുകളാണ് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതീയ വിദ്യാനികേതൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലുള്ളത്. പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠം ക്യാമ്പസിലാണ് ഭാരതീയ വിദ്യാനികേതൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ ബികോം ഫിനാൻസ്, BA ഇംഗ്ലീഷ്, BA സംസ്കൃതം എന്നീ ബിരുദ കോഴ്സുകൾക്കൊപ്പം തൊഴിൽ സാധ്യതകളെ മുൻനിർത്തിയുള്ള ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഏവിയേഷൻ, ഇ-കൊമേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടാലി എസൻഷ്യൽ കോംപ്രഹെൻസീവ്, ഇംഗ്ലീഷ് ബേസിക് പ്രൊഫഷൻസി കോഴ്സ് തുടങ്ങി നിരവധി ആഡ് ഓൺ കോഴ്സുകളും നൽകുന്നുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലോഞ്ച് ചെയ്യുകയാണ്. അതിൽ ഈ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുട്ടികൾക്ക് നൽകുവാനും ഭാരതീയ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്ത് നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഈ ഭാരതീയ വിദ്യാനികേതൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൂടെ ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. കല്ലേക്കാട് ഭാരതീയ വിദ്യാനികേതൻ വ്യാസ വിദ്യാപീഠം ക്യാമ്പസിൽ 2 ബ്ലോക്കുകളിലായി 26,000 സ്ക്വയർ ഫീറ്റിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ലാംഗ്വേജ് ലാബ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്കായി കോളേജിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കോളേജിന്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് 26,000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിട സമുച്ചയം ഇതിനുണ്ട്. അതിനകത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കായിക പരിശീലനത്തിന് ആവശ്യമായ ഒരു വലിയ ഗ്രൗണ്ടും അതിനനുബന്ധമായ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിലവിൽ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. കൂടാതെ ഭാരതീയ വിദ്യാനികേതൻ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന് കീഴിൽ B.Ed കോഴ്സുകളും ക്യാമ്പസിൽ നടന്നു വരുന്നുണ്ട്. ജനം, പാലക്കാട്. മുതലപ്പുഴയിൽ വീണ്ടും പ്രതിസന്ധി. ഡ്രഡ്ജർ ഓപ്പറേറ്റർക്കെതിരെ പരാതിയുമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രംഗത്തെത്തി. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാൻ ഓപ്പറേറ്ററും നടത്തിപ്പുകാരനും വിമുഖത കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പരാതി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഠിനംകുളം പോലീസിനാണ് പരാതി നൽകിയത്. ഡ്രഡ്ജർ ഓപ്പറേറ്റർ മിഥുൻ, സൂപ്പർവൈസർ വിമൽ എന്നിവർക്കെതിരെയാണ് പരാതി. ും മുതലപ്പുഴയിൽ കരാർ കമ്പനി ഡ്രഡ്ജിംഗിൽ അനാസ്ഥ തുടർന്നതോടെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലീസിൽ പരാതി നൽകിയത്. ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിൽ ഓപ്പറേറ്റർമാരും നടത്തിപ്പുകാരും വിമുഖത കാണിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഓപ്പറേറ്റർ മിഥുൻ, സൂപ്പർവൈസർ വിമൽ എന്നിവർക്കെതിരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കഠിനംകുളം പോലീസിൽ പരാതി നൽകിയത്. ഡ്രഡ്ജർ പ്രവർത്തിക്കാനായി മറ്റൊരു ഓപ്പറേറ്ററെ എത്തിച്ചെങ്കിലും സൂപ്പർവൈസർ അനുമതി നൽകിയില്ല എന്നും പരാതിയിൽ പറയുന്നു. ഡ്രഡ്ജർ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ മണൽ നീക്കാനാകുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. നിലവിൽ മുതലപ്പുഴയിൽ കടൽ കയറി അഴിമുഖം രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാലും അഴിമുഖത്തെ ആഴം കുറവാണ്. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ടെങ്കിലും ശക്തമായ തിര കാരണം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഡ്രഡ്ജ് ചെയ്ത് അഴിമുഖത്തിന്റെ ആഴം കൂട്ടണമെന്ന് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ആവശ്യപ്പെടുന്നത്. എന്നാൽ സൂപ്പർവൈസറും ഓപ്പറേറ്റർമാരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഡ്രഡ്ജർ പ്രവർത്തിക്കാതെ അനാസ്ഥ തുടർന്നതോടെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നത്. ജനം, തിരുവനന്തപുരം. ക്ഷേത്രത്തിന് മുന്നിൽ അറവ് മാലിന്യം തള്ളിയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. തിരുവനന്തപുരം പൂജപ്പുര മേലാറന്നൂർ പാറച്ചിറ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിന് മുന്നിലാണ് സാമൂഹ്യ വിരുദ്ധർ അറവുശാല മാലിന്യം ഉൾപ്പെടെ നിക്ഷേപിച്ചത്. പ്രദേശവാസികൾ പ്രതിഷേധം കടുപ്പിച്ചതോടെ നഗരസഭ ഇടപെട്ട് അറവ് മാലിന്യം നീക്കം ചെയ്തു.
മേലാറന്നൂർ പാറച്ചിറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുൻവശത്ത് രാവിലെ 4 മണിയോടുകൂടിയാണ് ഓട്ടോറിക്ഷയിലെത്തിയ സംഘം 4 വലിയ കവറുകളിലായി അറവു മാലിന്യം നിക്ഷേപിച്ച് കടന്നുകളഞ്ഞത്. മുൻപും സമാന രീതിയിൽ ക്ഷേത്രത്തിന് സമീപം മാലിന്യം നിക്ഷേപിച്ച സംഭവം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മാലിന്യ നിക്ഷേപം കൂടിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാരണം നമുക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ മാറ്റിയതിനു ശേഷം എല്ലാം സോൾവായി എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടി നമുക്ക് നടക്കൂല. കാരണം ഈ വേസ്റ്റ് മുഴുവനും ഇപ്പം താഴെ പോയി അമ്പലത്തിൽ നിന്ന് അറിയാൻ പറ്റും. ഭയങ്കര സ്മെല്ലാണ്. അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തൊഴാൻ പോലും പറ്റുന്നില്ല. ഇതിന്റെ വേസ്റ്റുകളെല്ലാം കാക്കയും പരുന്തുമൊക്കെ കൊത്തി താഴെ കൊണ്ടിട്ടിരിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന സ്ഥലത്താണ് സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിൽ അഴിഞ്ഞാട്ടം തുടരുന്നത്. മാലിന്യം നിക്ഷേപത്തിനും പ്രതിഷേധത്തിനും പിന്നാലെ സംഭവ സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് കൗൺസിലർ വാക്കാൽ ഉറപ്പു നൽകി. പോലീസുകളടക്കം നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി നിരന്തരം ഇങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല, ഇത് ക്ലിയറായി തരാമെന്ന് പറഞ്ഞ് ഒരു ഉറപ്പിൻ്റെ മേലാണ് നമ്മളിപ്പോൾ വിരോധം അവസാനിപ്പിക്കുന്നത്. ഇനി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കോവിൽ കമ്മിറ്റിയും നാട്ടുകാരും എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടറടക്കം നമ്മൾ ഉപരോധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ തുടർ സമര പരിപാടികളിലേക്ക് നമ്മൾ പോകും. നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായാണ് താൽക്കാലിക ആശ്വാസമുണ്ടായത്. ക്ഷേത്ര പരിസരത്ത് മാലിന്യ നിക്ഷേപം നടത്തിയത് ജനം TV വാർത്തയാക്കിയിരുന്നു. പിന്നാലെയാണ് കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികളെത്തി മാലിന്യം നീക്കം ചെയ്തത്. ജനം, തിരുവനന്തപുരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ന്യൂസ് at 2 PM കൂടുതൽ വാർത്തകളുമായി നീലിമ എത്തും. നമസ്തേ.